ഹായ് ഹലോ വെൽക്കം ടു FM മെഡോണ 39.25. പറയാം പാടാം കേട്ടു രസിക്കാം. ഞാൻ RJ സൻവിത്ത് 6th B. കൂട്ടുകാരെ, 2 ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ. യൂണിറ്റ് ടെസ്റ്റിന് ഉണ്ടായ പോരായ്മകൾ നികത്തി നല്ല വിജയം കൈവരിക്കാൻ എല്ലാ കൂട്ടുകാരും പരിശ്രമിക്കണം. നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് വിജയത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. കൂട്ടുകാരെ, ആഗസ്റ്റ് മാസം നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ആഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. നിരവധി വർഷത്തെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചിതരായത് ഒരു ആഗസ്റ്റിൽ ആയിരുന്നു. ആഗസ്റ്റ് മാസത്തിന് വേറെയും പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം. ആഗസ്റ്റ് 8 ആചരിക്കുന്നത്. എന്താണ് ക്വിറ്റ് ഇന്ത്യ? എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്നെല്ലാം നമ്മളോട് സംസാരിക്കുവാൻ 5Bയിലെ തപസ്യ നമ്മുടെ കൂടെ ചേരുന്നു. പ്രിയ കൂട്ടുകാരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതിമാറ്റിയ ദിനമായിരുന്നു 1942 ഓഗസ്റ്റ് 8. ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക മുദ്രാവാക്യത്തോടുകൂടി ആരംഭിച്ച ഈ സമരം ബ്രിട്ടീഷുകാരെ തെല്ലൊന്നുമല്ല ഉലച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുക, ഇന്ത്യയുടെ പരമാധികാരം ഇന്ത്യക്ക് നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധിയാണ്. സമരത്തെ അടിച്ചൊതുക്കുവാൻ ബ്രിട്ടീഷ് സൈന്യം ആവുന്നത് ശ്രമിച്ചു. നിരവധി കോൺഗ്രസ് നേതാക്കൾ ജയിലിലായി. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരം ഉയർത്തിയ തീജ്വാല ജനങ്ങളിലേക്ക് ആളിപ്പടരുകയും അത് സ്വാതന്ത്ര്യത്തിന് വഴിവെക്കുകയും ചെയ്തു. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും നിരവധി ധീര ദേശാഭിമാനികളുടെ കഷ്ടപ്പാടിന്റെയും വേദനയുടെയും ജീവത്യാഗത്തിന്റെയും ഫലമാണ് എന്ന് നാം ഓർക്കണം. ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. താങ്ക് യു തപസ്യ. കൂട്ടുകാരെ, കഴിഞ്ഞയാഴ്ച കറന്റ് ക്ലിക്സിൽ ചോദിച്ച ചോദ്യത്തിന് ശരിയുത്തരം അബുദാബി എന്നായിരുന്നു. നിരവധി കൂട്ടുകാർ ശരിയുത്തരം നൽകി. ഉത്തരം നൽകിയ എല്ലാ കൂട്ടുകാർക്കും നന്ദി. സമ്മാനം നേടിയതാരെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബിജി ടീച്ചർ നിങ്ങളോട് പറയും. പ്രിയപ്പെട്ട കുട്ടികളെ, റേഡിയോയിലൂടെ എല്ലാ ദിവസവും കേൾക്കുന്ന കറന്റ് ക്ലിക്സ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ചോദിച്ച ചോദ്യത്തിന് ശരി ഉത്തരം നൽകി ആരാണ് സമ്മാനം നേടിയിരിക്കുന്നത് എന്നറിയണ്ടേ? ഫാത്തിമ ലിയാന 7th C. കൺഗ്രാജുലേഷൻസ് ഫാത്തിമ ലിയാന. സമ്മാനം നേടാൻ എല്ലാവർക്കും അവസരമുണ്ട്. നമ്മുടെ റേഡിയോയിൽ വരുന്ന കറന്റ് ക്ലിക്സ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. താങ്ക് യു ടീച്ചർ. കൺഗ്രാജുലേഷൻസ് ലിയാന. ഇനി കേൾക്കാം അറിയാം ഇന്നത്തെ കറന്റ് ക്ലിക്സ്. രാജ്യത്ത് ആദ്യമായി മൊബൈൽ വോട്ട് സംവിധാനം നടപ്പാക്കുന്ന സംസ്ഥാനം? ഉത്തരം ബീഹാർ. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ ആരാണ്? രവി അഗർവാൾ. കൂട്ടുകാരെ, കറന്റ് ക്ലിക്ക് ശ്രദ്ധിച്ചു കേട്ടല്ലോ. വീണ്ടും കേൾക്കുന്നതുവരെ ദിസ് ഈസ് RJ സൻവിത്ത് സൈനിങ് ഓഫ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മെഡോണ 39.25. പറയാം പാടാം കേട്ടു രസിക്കാം.